കേരള സർവകലാശാലയുടെ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം പുരോഗമിക്കുകയാണ്. സർവകലാശാല ആസ്ഥാനത്ത് യോഗം 11 മണിയോടുകൂടിയാണ് ആരംഭിച്ചത്. 24 അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. വൈസ് ചാൻസലർ സിസ തോമസ് ആണ് യോഗത്തിൻ്റെ അധ്യക്ഷ. രജിസ്ട്രാറുടെ ചുമതല ലഭിച്ച പി ഹരികുമാറും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നൃപൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേരുകയാണ്. നൃപൻ, നിർണായകമായ സിൻഡിക്കേറ്റ് യോഗമാണ്. വിവിധ വിഷയങ്ങളിലുള്ള നിലപാടുകൾ ഇതേ സംബന്ധിച്ചൊക്കെയുള്ള നിർണായകമായ സിൻഡിക്കേറ്റ് യോഗമാണ് പുരോഗമിക്കുന്നത്. താൽക്കാലിക VC-യുടെ ചുമതലയുള്ള സിസ തോമസിൻ്റെ അധ്യക്ഷതയിൽ. തീർച്ചയായും അജിൻഷാദ്, യോഗം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 24 സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. സിൻഡിക്കേറ്റിൻ്റെ നിലപാടാകുമോ അതോ സിസ തോമസിൻ്റെ നിലപാടാകുമോ കോടതിയിൽ അഫിഡവിറ്റായി സത്യവാങ്മൂലമായി നൽകുക എന്നതാണ് ഇനി യോഗം കഴിയുമ്പോൾ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകൂ. ഇക്കാര്യത്തിൽ ഇടതംഗങ്ങളുടെ, പ്രത്യേകിച്ച് ഇടതംഗങ്ങളായിട്ടുള്ള 16 പേരും ഒപ്പം തന്നെ UDF അംഗമായിട്ടുള്ള ഒരാളുമാണ് ഈ സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിക്കണം എന്ന നിലപാട് കഴിഞ്ഞ ദിവസം VC അറിയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിസ തോമസ് ഇന്ന് യോഗം ചേർന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജിംഷാദ് പറഞ്ഞതുപോലെ സർവകലാശാലയുടെ അഭിപ്രായം, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി സംബന്ധിച്ച് രജിസ്ട്രാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലാണ് സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം, കേരള സർവകലാശാലയുടെ അഭിപ്രായം കോടതിയെ നാളെ അറിയിക്കേണ്ടത്. അതിൽ കേരള സർവകലാശാലയുടെ നിലപാട് അറിയിക്കേണ്ടത് സിൻഡിക്കേറ്റിൻ്റെ ഐകകണ്ഠേനമായ തീരുമാനമാണ്. VC കോടതിയെ അറിയിക്കേണ്ടത് എന്ന നിലപാടാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുള്ളത്. അത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്നത്തെ യോഗത്തിൽ പറയും. അതിനനുസരിച്ചിട്ടുള്ള നിലപാടായിരിക്കുമോ VC സിസ തോമസ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുമോ? ഒപ്പം തന്നെ VC ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രത്യേക അഭിഭാഷകനെ ഹൈക്കോടതിയിൽ നിയോഗിച്ചിട്ടുണ്ട്. അവിടെ വ്യക്തിപരമായിട്ടുള്ള VC എടുക്കുന്ന നിലപാട് ഔദ്യോഗിക നിലപാടായി കോടതിയെ അറിയിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. വലിയ തരത്തിൽ വിവാദമായ സംഭവമാണ്. ആ സംഭവത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്നില്ല. വലിയ തരത്തിലുള്ള വിമർശനം ഇത് സംബന്ധിച്ച് സിൻഡിക്കേറ്റ് ഉന്നയിക്കുന്നു. കോടതി വ്യവഹാരത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഇക്കാര്യത്തിൽ സർവകലാശാലയുടെ ഔദ്യോഗിക നിലപാട് എന്താണ് എന്നതാണ് നിലവിൽ ഉയരുന്ന ചോദ്യം. അതിനാണ് സിൻഡിക്കേറ്റ് നിലവിൽ ഇന്നത്തെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നതും യോഗം ആരംഭിച്ചതും. 2 കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ പ്രസക്തം. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ ഈ സിസ തോമസ് നൽകുന്ന നിലപാട് ഈ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എടുക്കുന്ന ഭൂരിപക്ഷ നിലപാട് ആയിരിക്കുമോ? മറ്റൊന്ന്, ഈ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ടുള്ള മറ്റ് വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സിസ തോമസ് തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക നിലപാടിന്, സിൻഡിക്കേറ്റിൻ്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി വ്യക്തിപരമായ നിലപാട് അഭിഭാഷകൻ വഴി കോടതിയെ അറിയിക്കുമെന്നതാണ്. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ വിപുലമായ ചർച്ച ഇത് സംബന്ധിച്ചുണ്ടാകും. സർവകലാശാലകളുടെ അവകാശങ്ങളും അധികാരങ്ങളും ചട്ടപ്രകാരമുള്ള നിബന്ധനകളും പാലിക്കാൻ VC പ്രതിജ്ഞാബദ്ധമാണ്. അത്തരത്തിലല്ലാതെ ഏകപക്ഷീയമായ നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അജിംഷാദ്, ഈ രജിസ്ട്രാറെ ചട്ടപ്രകാരമല്ല സസ്പെൻഡ് ചെയ്തെന്ന നിലപാടിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല VC അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യണം, അതായത് സിൻഡിക്കേറ്റ് യോഗത്തിൽ തൊട്ടടുത്ത് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യണം എന്നും ആ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ യോഗത്തിൽ സിസ തോമസിനാണ് ചുമതല നൽകിയിട്ടുള്ളത്. അവർ ഇത് ഈ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ആളാണ്. അത് അവർ ചെയ്യുകയാണെങ്കിൽ അത് സംബന്ധിച്ച് തർക്കവും ചർച്ചയും ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും 1 മണിക്കൂർ തുടരുകയാണ്. പ്രത്യേകിച്ച് അഫിഡവിറ്റിൽ, ഈ സത്യവാങ്മൂലത്തിൽ നൽകേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ യോഗത്തിൽ ഓരോരുത്തരും വിശദീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യോഗം 1 മണിക്കൂർ കഴിഞ്ഞു, ഇനിയും തുടരാനുള്ള സാധ്യതയാണുള്ളത്. അജിംഷാദ്.